അഷ്ടമുടി കായലിന്റെ പെരുമ വിളിച്ചോതി കൊല്ലം പ്രാക്കുളം LP സ്കൂളിൽ കായൽ മത്സ്യങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. വീടുകളിൽ നിന്ന് വീട്ടമ്മമാർ പാചകം ചെയ്ത മത്സ്യവിഭവങ്ങളുടെ ഭക്ഷ്യമേളയും കുട്ടികൾ നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നാണ് അഷ്ടമുടി കായൽ. ആ അഷ്ടമുടി കായലിൽ 60ഓളം ഇനം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്ക്. പക്ഷേ ഇവിടെ ഇപ്പോൾ 40ഓളം ഇനങ്ങളെ തിരിച്ചെടുക്കാനായിട്ടുണ്ട്. നമ്മുടെ അഷ്ടമുടി കായലിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ കൊല്ലത്തെ ഈ പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂൾ ഇങ്ങനെ ഒരു നാട്ടറിവ് കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനത്തെ നാടൻ മത്സ്യങ്ങളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അഷ്ടമുടി കായലിലെ പള്ളത്തിയും മഞ്ഞക്കണമ്പും പ്രാച്ചിയും കൂഴവാലിയും അത്ര പരിചിതമല്ലാത്ത ഇലമ്പാട കരിമീൻ, ചൂട തന്നെ 4 ഇനം, പിന്നെ നമ്മുടെ ഔദ്യോഗിക കരിമീൻ ഉൾപ്പെടെ പ്രാക്കുളത്തെ LP സ്കൂൾ മുറ്റത്ത് പ്രദർശിപ്പിച്ചു. മീൻ കളിച്ചു മടങ്ങി വരുമ്പം മീൻ്റെ വാല് പൂവാല്, 3 വെറ്റ നാത്തൂനാര് മീൻകളി കാണാൻ പോകാം, മീൻകളി കാണാൻ പോകാം, മീൻ കളിച്ചു മടങ്ങി വരുമ്പം മീൻ്റെ വാല് പൂവാല്. 240 കുരുന്നുകൾ അമ്മമാർ തയ്യാറാക്കി നൽകിയ കായൽ മത്സ്യ വിഭവങ്ങളുമായി ഭക്ഷ്യമേളയിൽ പങ്കെടുത്തു. എന്ന് മാത്രമല്ല റെസിപ്പിയും പ്രദർശിപ്പിച്ചു. ഞാൻ ഉണ്ടാക്കിയത് 2 റോസ്റ്റാണ്. അതിന് ആവശ്യമുള്ളത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, തക്കാളി, ഇതെല്ലാം വേണം. എൻ്റെ അച്ഛൻ അവിടെ മീൻ പിടിക്കാൻ പോയിട്ട് ഇതെല്ലാം കൊണ്ടുവരാം. ഞാൻ അതിനകത്തുനിന്ന് ഓരോന്ന് നോക്കും. ഞങ്ങൾ അഷ്ടമുടി കായലിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്. നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നു. എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അത് കാണിക്കാൻ വേണ്ടി. കൊല്ലം പ്രാക്കുളത്തെ ഒരു പൊതുവിദ്യാലയം ഇന്നത്തെ തലമുറയോട് വിളിച്ചു പറയുന്നു. അഷ്ടമുടി കായലിലെ മത്സ്യങ്ങളും അവയുടെ രുചികളെയും നെഞ്ചാറ്റാനെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അപ്പോൾ ഇവിടെ കുട്ടികൾ ഈ അഷ്ടമുടി കായലിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും നല്ല മത്സ്യങ്ങൾ, ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളുണ്ടല്ലോ. കൂഴവാലി എന്നുള്ള അപൂർവ മത്സ്യങ്ങളുണ്ട്. കൂഴവാലിയുണ്ട്, പ്രാച്ചിയുണ്ട്, കണമ്പുണ്ട്, അങ്ങനെ കരിമീനുണ്ട്, ഒരുപാട് മീൻ. ആ മീനെല്ലാം കുട്ടികൾ അമ്മമാർ കുട്ടികൾക്ക് ആഹാരമായിട്ട് ഉണ്ടാക്കി കൊടുത്തു, കറിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വ്യത്യസ്ത പേരുകളും വ്യത്യസ്ത രീതികളുമുള്ള മത്സ്യങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ മത്സ്യങ്ങൾ ഉൾപ്പെടെ പ്രദർശനത്തിന് എത്തിച്ചു. ഇനിവ ചിത്രം സഹിതം സ്വതന്ത്ര വിവര സാങ്കേതിക സംവിധാനത്തിൽ അപ്ലോഡ് ചെയ്യുമെന്ന് സ്കൂൾ HM കണ്ണൻ പറഞ്ഞു. ഈ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകളിൽ പരിചയപ്പെട്ട പല പേരുകൾ, ഇപ്പോൾ കൂഴവാലി ആയാലും പൊക്കുളി മീനായാലും, ഇത് കുട്ടികൾ കാണണം. പക്ഷേ ഇപ്പം ഇന്ന് 50ഓളം മീനുകൾ ഇന്ന് കുട്ടികളും അധ്യാപകരുമായിട്ട് രക്ഷകർത്താക്കളുമായിട്ട് കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ പകർത്തിയ ഈ 50ഓളം കായൽ മത്സ്യങ്ങളുടെ ചിത്രം, ഇതൊന്നും ഒരു ചിത്രം നമുക്ക് നെറ്റിൽ, ഇപ്പോൾ കളിമീൻ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഒന്നും റിട്രീവ് ചെയ്യത്തില്ല. ഈ ചിത്രങ്ങൾ സ്വതന്ത്ര അനുമതിയിൽ വിക്കി കോമൺസിൽ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വിഷരഹിത നാടൻ മത്സ്യത്തെ മറക്കരുതെന്ന് പ്രാക്കുളം സ്കൂൾ കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഇങ്ങനെ കൃതികയെ പോലെ നമ്മുടെ ഇവിടുത്തെ ഈ കുരുന്നുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഇത് പാചകം ചെയ്ത് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, നമ്മുടെ അഷ്ടമുടി കായലിലെ അന്യമായി പോയി എന്ന് കരുതിയ പല മത്സ്യസമ്പത്തുകളെയും തിരിച്ചുവിടെ പ്രദർശിപ്പിക്കാനായി അതെല്ലാം ഇപ്പോഴും സജീവമാണെന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് നമ്മുടെ പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂൾ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ. അഷ്ടമുടിയിലെ മീൻ വിഭവങ്ങളുടെ രുചിപ്പെരുമ പരിചയപ്പെടുത്തി പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂൾ അഷ്ടമുടി കായലിൽ കണ്ടുവരുന്ന മത്സ്യങ്ങളുടെ പ്രദർശനവും കുട്ടികൾ വീടുകളിൽ പാചകം ചെയ്ത മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടുത്തി ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. റിപ്പോർട്ട്. എന്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്, അഴുക്കത്തുണ്ടിന്റെ പോളയരിഞ്ഞു വെച്ച് റാണികിലുക്കത്തിൽ നടകൊള്ളും പൂനിലാവത്ത്. അഷ്ടമുടിക്കായലിലെ മത്സ്യങ്ങൾ കൺമുന്നിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് പ്രാക്കുളം സ്കൂളിലെ കുട്ടികൾ. കവിതകളിലൂടെയും കഥകളിലൂടെയും കേട്ടുപരിചയം മാത്രമുള്ള പള്ളത്തിയും മഞ്ഞക്കണമ്പും പ്രാച്ചിയും കൂഴവാലിയും അത്ര പരിചിതമല്ലാത്ത ഇലമ്പാട, കടിമീൻ ഉൾപ്പെടെ 30ലധികം ഇനങ്ങൾ സ്കൂൾ മുറ്റത്തെത്തിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന്. കവിതയിൽ മാത്രം ഈ മത്സ്യങ്ങൾ കണ്ടാൽ പോരാ, അല്ലെങ്കിൽ കേട്ടാൽ പോരാ എന്നുള്ളതായിരുന്നു പ്രധാന സംഗതി. 3-4 ദിവസം എടുത്താണ് ഇത് ശ്രദ്ധ. പലതും അതിനകത്തൊരു ഏതാണ്ട് 50% മത്സ്യം, ഏതാണ്ട് ഒരു 50 ഇനങ്ങളോളം പ്രദർശിപ്പിച്ചു. അതിൽ ഏതാണ്ട് 25-30 ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത്.
വിദ്യാർത്ഥികൾക്കായി മത്സ്യയിനങ്ങളുടെ ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. ഇത്രയും വിഭവങ്ങൾ, ഇത്രയും മത്സ്യങ്ങളുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ? ഇത്ര ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണാത്ത ഇനം കുറെ മത്സ്യങ്ങളെ ഞാനിവിടെ കണ്ട്. പിന്നെ കവിതയൊക്കെ നല്ല നല്ല ഈണത്തിൽ പാടി. ഇതുപോലെ പരിപാടികളെ സംഘടിപ്പിക്കണം എന്ന് പറയും. പരിപാടിയിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി എത്തി. കുട്ടിക്കവിതകൾക്കൊപ്പം അഷ്ടമുടിയുടെ പെരുമ വിളിച്ചറിയിക്കുന്ന കവിതകളുമായി കവി കുട്ടികൾക്കൊപ്പം ചേർന്നു. എന്നെ കണ്ണുരുട്ടി, ഞാനും കുറെ മണ്ണുരുട്ടി, ചേര എന്നെ നാക്ക് നീട്ടി, ഞാനും എന്റെ കയ്യു നീട്ടി. സ്കൂൾ മുന്നോട്ട് വെച്ച ആശയം രക്ഷിതാക്കൾ ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്ര ആൾക്കാർ വരുമെന്ന്. ഞാൻ ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇന്നിവിടെ മീൻ വെച്ചപ്പം ഞാൻ അതിനകത്തുനിന്ന് ഞങ്ങളുടെ അച്ഛൻ അവിടെ മീൻ പിടിക്കാൻ പോയിട്ട് വരുമ്പോൾ കാണുമായിരുന്നു. ഞാൻ എത്തി നോക്കുക, ആ മീനൊക്കെ ഉണ്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ എത്തി നോക്കിയായിരുന്നു. 300ഓളം വരുന്ന സ്കൂൾ കുട്ടികളിൽ ഭൂരിഭാഗം പേരും മേളയുടെ ഭാഗമായി. കുരുന്നുകൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. 24 കൊല്ലം. മീൻ വിഭവങ്ങളും മത്സ്യസമ്പത്തും അഷ്ടമുടിക്കായലിന്റെ പെരുമയും കവിതകളിലൂടെ കേട്ടറിഞ്ഞ മത്സ്യസമ്പത്ത് സ്കൂൾ മുറ്റത്തെത്തിച്ച് അടുത്തറിഞ്ഞ് കൊല്ലം പ്രാക്കുളം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. അധ്യാപകരും രക്ഷിതാക്കളും മുൻകൈയെടുത്താണ് മീനും മീൻ വിഭവങ്ങളും പാഠ്യവിഷയമാക്കി മാറ്റിയത്. അഷ്ടമുടിയെ ഇഷ്ടമുടിയാക്കിയ കുരീപ്പുഴയ്ക്കൊപ്പം ഇഷ്ടം കൂടി കുട്ടികളും. സ്കൂൾ മുറ്റം അഷ്ടമുടിയുടെ തനത് വിഭവങ്ങളുടെ പ്രദർശനശാലയായി. കുട്ടികൾ വീടുകളിൽ നിന്ന് പാചകം ചെയ്ത് സ്കൂളിലെത്തിച്ച മത്സ്യവിഭവങ്ങൾ രുചിക്കൂട്ടൊരുക്കി. ചേരുവകളും തയ്യാറാക്കുന്ന വിധവും കുട്ടികൾ ചാർട്ടിൽ പ്രദർശിപ്പിച്ചു. ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്ന അഴുകയാണ്. എൻ്റെ കൂട്ടുകാർ 2 പേരും ഉണ്ടായിക്കൊണ്ട് വന്ന കൊഞ്ച് റോസ്റ്റും കൊഞ്ച് തോരനുമാണ്. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ കാണാത്ത കുറേ തരം മത്സ്യങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം എനിക്ക് കാണാൻ പറ്റി. കായൽ പെരുമ, കായലിൽ നിന്നൊരു പങ്ക് എന്ന് പേരിട്ട പ്രദർശനത്തിൽ പരിചിതമായതും അല്ലാത്തതുമായ ഒട്ടനേകം മത്സ്യസമ്പത്ത്. കൂഴാലി മത്സ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊപ്പിളി മീനിനെ കുറിച്ചൊക്കെ കുരീപ്പുഴ ശ്രീകുമാർ ചേട്ടൻ കവിതയിൽ ഇഷ്ടമുടി കായലിലും ഫാത്തിമ തുരുത്തിലും ഒക്കെ എഴുതുമ്പോൾ ഈ മത്സ്യസമ്പത്തിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അത് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നിലയിൽ നിന്നാണ് ഈ ആശയം വന്നത്. സ്കൂൾ ജനകീയ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീൻ വിഭവങ്ങൾ കൂട്ടിയുള്ള ഉച്ചയൂണും കുട്ടികൾക്കായി ഒരുക്കി. ഏഷ്യനെറ്റ് ന്യൂസ്, കൊല്ലം. അഷ്ടമുടി കായലിന്റെ പെരുമ വിളിച്ചോതി പ്രാക്കുളം LP സ്കൂളിൽ കായൽ മത്സ്യങ്ങളുടെ പ്രദർശനം. കൂടാതെ കുട്ടികൾ വീടുകളിൽ നിന്ന് പാചകം ചെയ്ത് മത്സ്യ വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും ഉണ്ടായിരുന്നു. അതും പുതുമയായി. കേട്ടറിവ് മാത്രമുള്ള മത്സ്യങ്ങൾ, പള്ളത്തിയും മഞ്ഞക്കണുമ്പും പ്രാച്ചിയും കുഴവാലിയുമെല്ലാം കൺമുന്നിൽ. 30-ലധികം ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ. ഇവയെ നേരിട്ട് കണ്ടതോടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ സന്തോഷത്തിലായി. രുചിയുടെ കലവറ തുറന്ന ഭക്ഷ്യമേളയും. കല്ലുമ്മക്കായ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ കറി, കൊഞ്ച്, ഞണ്ട് എല്ലാം. 300ഓളം വരുന്ന സ്കൂൾ കുട്ടികളിൽ ഭൂരിഭാഗം പേരും മേളയുടെ ഭാഗമായി. കുരുന്നുകൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. പരിപാടിയിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി എത്തി.
കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം. സ്കൂൾ മുന്നോട്ട് വെച്ച ആശയം രക്ഷിതാക്കളും രക്ഷാകർതൃ സംഘടനകളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇതോടെയാണ് പരിപാടി ഗംഭീരമായത്. ഈ അഷ്ടമുടിക്കായലിൻ്റെ മത്സ്യ സമ്പത്ത് എന്ന് പറയുന്നത് ലോക പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. കൊപ്ലിമീൻ, അതല്ലെങ്കിൽ പിന്നെ നറും കൂഴാലി എന്നൊക്കെ ശ്രീമാറിയേട്ടൻ പ്രയോഗിക്കുമ്പോൾ ഇത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ അധ്യാപകരുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ വലിയ ഒരു പിന്തുണയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരുണ്ട്. ഗുഡ് മോർണിംഗ് കണ്ണൻ. ഞാനിങ്ങനെ വളരെ കൗതുകത്തോടുകൂടി കണ്ണൻ്റെ റിപ്പോർട്ട് കണ്ടു നിൽക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഒരു കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ കൂഴാലിയും മുരലും, അങ്ങനെ ചുണ്ട് നീളമുള്ള മുരലും ഒക്കെ ഒരുപാട് കണ്ടും കഴിച്ചും പരിചയിച്ചവർക്ക് അതെന്തായാലും ഗൃഹാതുരത്വം തന്നെയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ആ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു കായൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എന്തായാലും അതിന് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. കാരണം ഈ മക്കളൊക്കെ വളർന്നു വലുതായി ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയാൽ അവർക്ക് ബാക്കിയുള്ളത് ഈ ഓർമ്മകൾ മാത്രമായിരിക്കും. അല്ലേ കണ്ണൻ? തീർച്ചയായിട്ടും മോത്തി. കാര്യം നമ്മുടെ കൊല്ലത്ത് തൃക്കരുവ എന്ന് പറയുന്ന പഞ്ചായത്തിലാണല്ലോ ഈ പ്രാക്കുളം ഉള്ളത്. തൃക്കരുവ എന്ന പഞ്ചായത്ത് 3 സ്ഥലത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട, അതായത് കായലാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഈ പ്രദേശത്ത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന കുറേയേറെ മത്സ്യങ്ങളുണ്ട്. കാര്യം 40-50 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ആ മത്സ്യങ്ങളുടെ പേര്, ഇപ്പോൾ മോത്തി പറഞ്ഞ പോലെ പല മത്സ്യങ്ങളുടെയും പേരുകൾ അറിയാം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇതൊന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി, ഇത് എന്താണ് നമ്മുടെ നാട്ടിലുള്ള മത്സ്യങ്ങൾ എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തിയത്. ആദ്യം അധ്യാപകരുടെ യോഗത്തിലാണ് ആദ്യമായിട്ടൊരു ചർച്ച നടന്നത്. അതിനുശേഷം അധ്യാപകർ മാത്രമല്ല രക്ഷകർത്താക്കൾ കൂടി ഈ കാര്യത്തിൽ ഏറ്റെടുക്കുകയും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള മീനുകളെ പിടിച്ചുകൊണ്ട് വന്നു. ഏതാണ്ട് 75-80 ഇനത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 30 ഇനത്തിൽപ്പെട്ട ആ മത്സ്യങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിനകത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മുരിങ്ങ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ മുരിങ്ങ എന്ന് പുറമേ കാണുന്ന ആൾക്കാർ കരുതുന്നത് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുരിങ്ങ എന്നുള്ള ആ മുരിങ്ങ കോൽ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള സാധനമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. മുരിങ്ങ എന്ന് പറയുന്ന കല്ലുമ്മക്കായ്ക്ക് സമാനമായിട്ടുള്ള ഒരു മത്സ്യമുണ്ട്. അത് ഈ പ്രദേശത്ത് അഷ്ടമുടി കായലിൻ്റെ പല സ്ഥലങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങളെക്കുറിച്ചും മറ്റുള്ള വിഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി ഈ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഭവങ്ങളൊക്കെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്നതാണ്. അതിനുശേഷം അവരൊരു ഫെസ്റ്റ് നടത്തി, ഒരു ഭക്ഷ്യമേള നടത്തി. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്താണ് ഒരുമിച്ച് കൂടുന്നതിൻ്റെ, ആ നാടിൻ്റെ പ്രത്യേകത എന്താണ്, മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മേളയായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. വരും വർഷങ്ങളിലും ഇതിന് സമാനമായ രീതിയിലുള്ള ഫെസ്റ്റുകൾ നടത്താൻ വേണ്ടിയാണ് രക്ഷിതാക്കളും അധ്യാപകരും തീരുമാനിച്ചിട്ടുള്ളത്. കൊല്ലത്തെ അഷ്ടമുടിക്കായലിലെ മത്സ്യസമ്പത്തിനെ കുറിച്ച് പാട്ടിലൂടെയും രുചിയിലൂടെയും അടുത്തറിഞ്ഞ് കുട്ടികളുടെ പഠനം. പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളാണ് കവി കുരീപ്പുഴ ശ്രീകുമാറിനൊപ്പം പാട്ടും രുചിയുമായി കായൽ പെരുമ ആസ്വദിച്ചത്. കവി കൂരിപ്പുഴയുടെ പാട്ടിനൊപ്പം കുട്ടികളും ഒന്നായി. അഷ്ടമുടി കായലിനെയും കായലിലെ മത്സ്യസമ്പത്തിനെയും കവി കുട്ടികളെ പാട്ടിലൂടെ പഠിപ്പിച്ചു. ഞാനൊരു പാപമാണേ, പട്ടാമ്പിക്കാരനാണേ. എല്ലാവരും പാചക വിദഗ്ധരായാണ് സ്കൂളിലെത്തിയത്. തലപ്പാവണിഞ്ഞ് കുട്ടിക്കൂട്ടങ്ങൾ മീൻ രുചിയുടെ പാത്രം തുറന്നു. ഓരോരുത്തരും വിവിധങ്ങളായ കായൽ മീൻ പാചകം ചെയ്താണ് കൊണ്ടുവന്നത്. കാരലും കൊഞ്ചും പാച്ചിയും കക്കിയും ഒക്കെ എങ്ങനെ തയ്യാറാക്കാമെന്ന് ചിലരൊക്കെ പഠിക്കുകയും ചെയ്തു. കൊഞ്ച് വറുത്തത്, കൊഞ്ച് ക്ലീൻ ആക്കിയിട്ട് മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് മിക്സാക്കി വറുത്തെടുത്ത്. കൊഞ്ച് തോരൻ, ആദ്യം ഒരു പാത്രത്തിൽ കൊഞ്ചെടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്ത് അതിന് ശേഷം തേങ്ങ അരച്ചെടുത്ത് അതിലേക്ക് അതിട്ട് വഴറ്റി എടുത്തിട്ട് ശകലം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടണം. എന്നിട്ട് അത് ഇളക്കി എടുത്ത് വേവിക്കുമ്പോൾ റെഡി. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ. ഓണം കളിക്കുവാൻ വന്നതാണ്, ഓണം കളിക്കുവാൻ വന്നതാണ്. മനോരമ ന്യൂസ്, കൊല്ലം. കൊല്ലം അഷ്ടമുടി കായലിന്റെ പെരുമ വിളിച്ചോതി പ്രാക്കുളം LP സ്കൂളിൽ കായൽ മത്സ്യങ്ങളുടെ പ്രദർശനം നടത്തി. കുട്ടികൾ വീടുകളിൽ നിന്ന് പാചകം ചെയ്ത മത്സ്യവിഭവങ്ങളുടെ ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. സ്കൂളിന്റെ ആശയം പുതിയൊരു അനുഭവമായിരുന്നതായി കുട്ടികളും രക്ഷിതാക്കളും പറയുന്നു.
കവിതകളിലൂടെയും കഥകളിലൂടെയും കേട്ടുമാത്രം പരിചയമുള്ള മത്സ്യങ്ങൾ കൺമുന്നിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് പ്രാക്കുളം സ്കൂളിലെ കുട്ടികൾ. പള്ളാത്തിയും മഞ്ഞക്കണമ്പും പ്രാച്ചിയും കൂഴിവാലിയും അത്ര പരിചിതമില്ലാത്ത ഇലമ്പാട, കടിമീൻ ഉൾപ്പെടെ 30-ലധികം ഇനങ്ങൾ. മത്സ്യ ഇനങ്ങളുടെ ഭക്ഷ്യമേള വേറെയും. പ്രതീക്ഷ ഇത്രയും പേര് വരുമെന്ന് ഞെട്ടിപ്പോയോ? എന്തോ വെറൈറ്റി ഐറ്റം ആണല്ലോ കൊണ്ടുവന്നത്. എന്താ ഇത്? കൊഞ്ച് ഫ്രൈ. കൊഞ്ച് ഈർക്കിൽ ഫ്രൈ ആണോ? 300ഓളം വരുന്ന സ്കൂൾ കുട്ടികളിൽ ഭൂരിഭാഗവും മേളയുടെ ഭാഗമായി. കുരുന്നുകൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അമ്മയ്ക്ക് അരിഞ്ഞൊക്കെ കൊടുത്ത്, ഉള്ളി അരിഞ്ഞു കൊടുത്ത്, തക്കാളി, പിന്നെ വെളുത്തുള്ളി മറ്റേ അരകല്ലി ഇടിച്ചു കൊടുത്ത്. പരിപാടിയിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി എത്തി. കവിതകളുമായി കുട്ടികളുടെ ഒപ്പം ചേർന്നു. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ആശയം രക്ഷിതാക്കളും PTA-യും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകർ. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്ന് കായലിലെ സമ്പത്തിന് തന്നെ വളരെയധികം ശോഷണം സംഭവിച്ചിട്ടുണ്ട്. പഴയ അളവിലുള്ള മത്സ്യസമ്പത്തില്ല. പിന്നെ ഇത് കിട്ടുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ അളവിലും വലിയ ഒരു കുറവ് വന്നിട്ടുണ്ടെന്നാണ്. വരും വർഷങ്ങളിലും ഇതുപോലുള്ളവ തുടരണമെന്ന് കുട്ടികളും ആവശ്യപ്പെടുന്നു. മനോജ് PL-നൊപ്പം ലിജോ റോളൻ, മീഡിയ 1, കൊല്ലം.